അങ്ങനെ ഇറാൻ നേരിട്ട് യുദ്ധരംഗത്തേക്ക് വന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസം അതിശക്തമായ വ്യോമാക്രമണമാണ് ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഇസ്രായേലിനെതിരെ സംഭവിച്ചത്. 200ഓളം മിസൈലുകളും റോക്കറ്റുകളുമാണ് ഇസ്രായേലിന് നേരെ തൊടുത്തുവിട്ടത്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 2024 ഏപ്രിൽ മാസം 300-ലധികം റോക്കറ്റുകൾ ഒരേ സമയത്ത് ഇറാൻ വിക്ഷേപിച്ചു. കാര്യമായ നാശനഷ്ടങ്ങളൊന്നുമില്ലാതെ തന്നെ ഇസ്രായേലിന് പരിക്കുകളൊന്നും തന്നെ ഇല്ല. ഒരു മരണം സംഭവിച്ചു, ഒരു കുട്ടിയുടെ മരണം സംഭവിച്ചു, അല്ലാതെ മറ്റ് നാശനഷ്ടങ്ങളില്ലാതെ അത് അവസാനിച്ചു. ഈ ആക്രമണവും ഏതാണ്ട് അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇസ്രായേലിൻ്റെ അയൺ ഡോം സംവിധാനത്തിന് എല്ലാ മിസൈലുകളെയും പ്രതിരോധിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും റിപ്പോർട്ട് വരുന്നുണ്ട്. ഇസ്രായേലിൻ്റെ പല ഭാഗത്തായി സ്ഫോടന ശബ്ദം കേട്ടതായും ചെറിയ തോതിലുള്ള നാശനഷ്ടമുണ്ടായതായും പറയപ്പെടുന്നു. ഇസ്രായേൽ എന്നാൽ പറയുന്നത് തങ്ങളുടെ ഒരു പൗരൻ പോലും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ്. ഒരുപക്ഷെ യുദ്ധത്തിൽ ഏറ്റവും അധികം കാഷ്വാലിറ്റി എന്ന് പറയുന്നത് സത്യമാണ്. ഒരുപക്ഷെ സത്യം കൊല ചെയ്യപ്പെടുന്നു. അതെന്താണ് സംഭവിക്കുന്നത് എന്ന് ഒരുപക്ഷെ രണ്ട് കൂട്ടരും യഥാർത്ഥ ചിത്രം പുറത്ത് വിടില്ല. നിറം പിടിപ്പിച്ച കഥകളോ അല്ലെങ്കിൽ കുറച്ച് കാട്ടുന്ന കണക്കുകളോ അല്ലെങ്കിൽ പെരുപ്പിച്ച് കാട്ടുന്ന സ്റ്റാറ്റിസ്റ്റിക്സോ മാത്രമാകാം നമ്മുടെ മുമ്പിൽ ലഭിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായ ഒരു കണക്കില്ല. എന്നിരുന്നാലും വിദേശ മാധ്യമങ്ങളുടെ ഒരു ഇൻഡിപെൻഡൻ്റ് അസസ്മെൻ്റ് അനുസരിച്ച് ഇസ്രായേലിന് കാര്യമായ പ്രഹരമേൽപ്പിക്കാൻ ഇപ്രാവശ്യവും ഇറാന് കഴിഞ്ഞിട്ടില്ല. അതിനുള്ള പ്രധാന കാരണം അമേരിക്കയുടെ ഭാഗത്തു നിന്ന് നൽകിയ വലിയ സപ്പോർട്ടാണ്. നമുക്കറിയാം, ഇസ്രായേലിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനമാണ് അയൺ ഡോം. ഇരുമ്പ് കൊണ്ടുള്ള ഒരു ഡോം എന്ന അർത്ഥത്തിൽ ആൻറ്റി ബാലിസ്റ്റിക് മിസൈലുകൾ, ഏറിയൽ ഒബ്ജക്ട്സിനെ എല്ലാം തന്നെ ആകാശത്ത് വെച്ച് തന്നെ തകർക്കാൻ കഴിയുന്ന വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ. ഇതാണ് ഏറിയൽ ഡിഫൻസ് എന്ന് പറയുന്നത്, ആൻറ്റി ബാലിസ്റ്റിക് മിസൈൽ. അതുപോലെ തന്നെ ദീർഘദൂരം, ഇത് ഹ്രസ്വദൂരത്തിന് വേണ്ടിയാണ് അയൺ ഡോം. പലസ്തീനിൽ നിന്നും വരുന്ന, ഹമാസിൻ്റെ ഭാഗത്തുനിന്നും ഹിസ്ബുള്ളയുടെ ഭാഗത്തുനിന്നും വരുന്ന ഹ്രസ്വദൂര മിസൈലുകളെ പ്രതിരോധിക്കാനുള്ള സംവിധാനം അയൺ ഡോം. എന്നാൽ ദീർഘദൂര മിസൈലുകൾ, അത് ഇറാനിൽ നിന്ന് വരുന്ന മിസൈലുകൾ 2 രാജ്യങ്ങൾ കടന്നേ വരാനാവൂ. ഇറാഖും ജോർദാനും കടന്ന് 2000-ലധികം കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ഇസ്രായേലിൻ്റെ മണ്ണിലെത്തുമ്പോൾ അവയെ തടുക്കുന്നത് ആരോ എന്ന് പറയും. കോടിക്കണക്കിന് ഡോളർ ചെലവഴിച്ച് ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത വ്യോമ പ്രതിരോധ സിസ്റ്റം, പ്രത്യേകമായി ലോങ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകൾക്കെതിരെയുള്ള വ്യോമ പ്രതിരോധ സംവിധാനം. പക്ഷേ ബാലിസ്റ്റിക് മിസൈൽസോ ക്രൂസ് മിസൈൽസോ അല്ല, മറിച്ച് ഹൈപ്പർസോണിക് മിസൈലുകളാണ് എയ്ത് വിടുന്നത് എങ്കിൽ ഒരുപക്ഷെ ഈ അയൺ ഡോമിനോ ആരോയ്ക്കോ പ്രതിരോധിക്കാനാവാതെ വരും. അങ്ങനെ ഒരു സംഭവം കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഹൂത്തികളുടെ ഭാഗത്തു നിന്നുണ്ടായി. ആ പ്രദേശവും ഇസ്രായേലിന് തെക്ക് 2000-ലധികം കിലോമീറ്റർ മാറി സൗദി അറേബ്യ മുഴുവൻ കവർ ചെയ്ത് അതുക്കും തെക്ക് കിടക്കുന്ന രാജ്യമാണല്ലോ യമൻ. യമനിൽ നിന്ന് ഹൂതികൾ ഒരു ഹൈപ്പർസോണിക് മിസൈൽ, ഹൈപ്പർസോണിക് എന്ന് പറഞ്ഞാൽ ശബ്ദാതിവേഗ മിസൈൽ എന്നാണ്, ശബ്ദത്തിൻ്റെ 5 മടങ്ങ് വേഗതയിൽ സഞ്ചരിക്കുന്നതും റഡാറുകൾക്ക് പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യാനാവാത്തതും താഴ്ന്നു പറക്കാൻ കഴിയുന്നതും അന്തരീക്ഷത്തിൽ തന്നെ പൊട്ടിച്ചെതറി പല ലക്ഷ്യങ്ങൾ ഒരേ സമയം തകർക്കാൻ കഴിയുന്നതുമായ സംവിധാനമാണ് ഈ പറയുന്ന മിസൈലുകൾ, ഹൈപ്പർസോണിക് മിസൈലുകൾ. അങ്ങനെ ഹൈപ്പർസോണിക് മിസൈലുകൾ ഉൾപ്പെടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതെങ്ങനെ വന്നു, ഹൂതികൾക്ക് ഇതെങ്ങനെ വന്നു എന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. അവർ കഴിഞ്ഞ ഒരു ശക്തി പ്രകടന വേളയിൽ 2 ഹൈപ്പർസോണിക് മിസൈലുകൾ അവർ പ്രദർശിപ്പിച്ചു. അതിലൊന്നിൻ്റെ പേര് പലസ്തീൻ എന്നാണ്. അതുതന്നെയാണോ ഉപയോഗിക്കപ്പെട്ടത് എന്നറിയില്ല. പക്ഷേ അവിടെയും കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായില്ല. അത് നിർവീര്യമാക്കാൻ എങ്ങനെയോ ഇസ്രായേലിന് കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ. ഇവിടെ നമ്മൾ വ്യോമ പ്രതിരോധത്തെക്കുറിച്ച് സംസാരിച്ചു. ഇവിടെ പ്രധാനമായി ഇസ്രായേലിന് താങ്ങും തണലുമായി നിൽക്കുന്നത് എക്കാലത്തെയും പോലെ അമേരിക്ക തന്നെയാണ്. അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലുകളും വ്യോമ പ്രതിരോധ സംവിധാനവും മെഡിറ്ററേനിയൻ കടലിലുണ്ട്. ഇസ്രായേലിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള വലിയ കടലാണല്ലോ മെഡിറ്ററേനിയൻ കടൽ, മധ്യധരനാഴി. അവിടെ നങ്കൂരം പിടിച്ചിരിക്കുന്ന 100 കണക്കിന് അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങൾ, കപ്പലുകൾ, ഇതെല്ലാം തന്നെ ഈ സ്കൈയെ നോക്കി നിൽക്കുകയാണ്. ഏറിയൽ ബോംബാർഡ്മെൻറ്റ് വരുമോ എന്ന് പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. അതുകൊണ്ട് മിസൈലുകൾ, ഇറാനിൽ നിന്ന് ദീർഘദൂരം സഞ്ചരിച്ചെത്തുന്ന ബാലിസ്റ്റിക് മിസൈലുകളെ ട്രാക്ക് ചെയ്യുകയും ആകാശത്ത് വെച്ച് തന്നെ മിക്കതും ഈ തൊട്ടടുത്ത രാജ്യമായ ഇസ്രായേലിൻ്റെ തൊട്ട് കിഴക്ക് പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ജോർദാൻ എന്ന രാജ്യത്തിൻ്റെ വ്യോമ അതിർത്തിയിൽ വെച്ച് തന്നെ ഭേദിക്കപ്പെടുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ. അങ്ങനെയെങ്കിൽ ഇസ്രായേൽ
തൽക്കാലം സുരക്ഷിതമാണ്. പക്ഷേ ഇറാൻ വീണ്ടും വീണ്ടും ആക്രമിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ഇവിടെ എന്തുകൊണ്ട് ഇറാൻ നേരിട്ട് രംഗത്ത് വന്നു? നയം മാറ്റം വളരെ പ്രകടമാണ്. ഇറാൻ നനച്ചു വളർത്തിയ യമനിലെ ഹൂതികൾക്കാകട്ടെ, ഹിസ്ബുള്ളായിക്കാകട്ടെ, ലെബനിലെ ഹിസ്ബുള്ളായിക്കാകട്ടെ, അതുപോലെ ഇസ്രായേലുമായി നേരിട്ട് ആദ്യം ഫൈറ്റ് ചെയ്ത ഹമാസിനാകട്ടെ, പലസ്തീനിലെ അല്ലെങ്കിൽ ഗസയിലെ ഹമാസിനാകട്ടെ, ഇസ്രയേലിനെ തകർക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഇസ്രയേലിൻ്റെ ഭാഗത്ത് നിന്ന് ഈ 3 സംഘടനകൾക്കെതിരെ, ഈ 3 മിലിറ്റന്റ് വിഭാഗങ്ങൾക്കെതിരെ കഴിഞ്ഞ മാസങ്ങളിൽ നടന്ന അതിഗംഭീരമായ ഭീകരമായ ആക്രമണം, ഇത് ചെറുക്കാൻ ഹമാസിന് കഴിഞ്ഞില്ല. ഇത് ചെറുക്കാൻ ഹിസ്ബുള്ള പാടുപെടുകയാണ്. ടോപ്പ് ലീഡർഷിപ്പ് എലിമിനേറ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ ഇറാൻ്റെ ധാർമ്മികമായ ചുമതലയാണ് എന്ന് ഇറാൻ കരുതുന്ന ആക്രമണമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. പലപ്പോഴും ഇറാൻ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നുണ്ടാവില്ല നേരിട്ട് യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെടാൻ. ഇറാൻ ഒരു പക്ഷേ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. ഇറാൻ ഒരു അച്ചുതണ്ടിലൂടെ ഇസ്രായേലിനെതിരെയുള്ള ഒരു കൊയലീഷൻ ആക്സിസ്, അതിലൂടെ കാര്യം നേടാം, പ്രോക്സികളിലൂടെ നേടാമെന്ന ധാരണ പൊളിഞ്ഞപ്പോൾ നേരിട്ട് വരാൻ നിർബന്ധിതരായി, മനസ്സോടെ നിർബന്ധിതരായി. 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, ഇറാൻ്റെ പ്രസ്റ്റീജിൻ്റെ വിഷയമാണ്. 2, ഇറാൻ്റെ ഉന്നത നേതൃത്വം തന്നെ ഇസ്രായേലിൻ്റെ ടാർഗറ്റിലാണ്. ഇറാൻ പ്രസിഡന്റ് ആയിരുന്ന ഇബ്രാഹിം റെയ്സി വധിക്കപ്പെട്ടത്, ഒരുപക്ഷെ കൊല്ലപ്പെട്ടത് ഇസ്രായേലിൻ്റെ ഒരു പേജർ ആക്രമണത്തിലാകാമെന്ന് ഇപ്പോൾ പലരും കരുതുന്നു. കാരണം ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചു എന്ന് പൊതുവെ കരുതപ്പെടുമ്പോഴും ആ ഹെലികോപ്റ്റർ പൊട്ടിത്തെറിക്കാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ കയ്യിൽ സൂക്ഷിച്ച പേജറുകളാണ്. ലെബനൻ ആക്രമണം വന്നപ്പോഴാണ് ഈ പേജറുകളുടെ സാധ്യത ഇപ്പോൾ ലോകം കൂടുതലായി വിശകലനം ചെയ്യുന്നത്. അതുകൊണ്ട് ഇസ്രായേലിനെ വെറുതെ നോക്കിയിരിക്കാനാവില്ല. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ്റെ ടോപ്പ് ലീഡർഷിപ്പ്, ഒരുപക്ഷെ ആയത്തുള്ള അലി ഖമനേയ്ക്ക് നേരെ പോലും ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടായേക്കാം. അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ സുരക്ഷിതമായ താവളങ്ങളിലേക്ക് താമസം മാറ്റുന്ന ഒരു ചിത്രവും നമ്മൾ കണ്ടു. അതുമാത്രമല്ല, ഇറാൻ്റെ മിലിറ്ററി ലീഡർഷിപ്പിലെ പലരെയും പല സമയങ്ങളിലായി അമേരിക്കയോ അല്ലെങ്കിൽ ഇസ്രയേലോ പല മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, രഹസ്യ അന്വേഷണ സംവിധാനങ്ങൾ ഉപയോഗിച്ച് വധിച്ചതായി നമുക്കറിയാം. അതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട കാര്യമാണ്, ഇറാൻ്റെ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിൽ സമർത്ഥമായി ഇസ്രായേലിൻ്റെ മൊസ്സദ് എന്ന ചാരസംഘടന നുഴഞ്ഞു കയറിയിട്ടുണ്ട്. ഇറാൻ ഉള്ളിൽ തന്നെ ഇസ്രായേലിന് വലിയ തോതിൽ ഇൻഫോർമേഴ്സ് ഉണ്ട്. ഇവിടെ യഥാർത്ഥം നോക്കൂ, ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ വെച്ചാണ് ഹമാസിൻ്റെ തലവൻ ഇസ്മായിൽ ഹനിയ വധിക്കപ്പെട്ടത്. അത് ഇറാനിൽ നിന്ന് തന്നെയുള്ള ഒറ്റുകാർക്ക് മാത്രമേ അങ്ങനെ ഒരു കാര്യം ചെയ്യാനാവൂ. അതുപോലെ ലെബനനിൽ വെച്ച് ഹിസ്ബുള്ള തലവൻ കൊല്ലപ്പെട്ടതിൻ്റെ പിന്നിലും യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ഇൻഫോർമേഴ്സാണ്. അതുകൊണ്ട് ഇസ്രായേൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് ശത്രു രാജ്യത്തെ തങ്ങളുടെ സുഹൃത്തുക്കളെ, അല്ലെങ്കിൽ ആട്ടിൻതോലണിഞ്ഞ ചെന്നായ്ക്കളെന്ന് വേണമെങ്കിൽ പറയാവുന്ന ആ തരത്തിലുള്ള ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് തന്ത്രപരമായ ഒരു മേൽക്കോയ്മ നേടിയെടുക്കുന്ന ഇസ്രായേൽ. അപ്പം നേരിട്ട് യുദ്ധം ചെയ്താൽ എന്തായിരിക്കും ഫലമെന്നത് പ്രവചിക്കാനാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇവിടുത്തെ ചോദ്യം, ഇറാൻ ഒറ്റയ്ക്കാണോ? ഉത്തരം ഒരു പക്ഷേ അല്ലായിരിക്കാം. ഇവിടെ 2 കാര്യങ്ങൾ പ്രത്യേകമായ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, കഴിഞ്ഞ ദിവസം റഷ്യൻ പ്രധാനമന്ത്രി, പ്രസിഡന്റ് പുടിനല്ല, പ്രധാനമന്ത്രി മിഖായൽ, അദ്ദേഹം ടെഹ്റാനിൽ വന്ന് ഇറാൻ്റെ പ്രസിഡൻറ്റുമായി കൂടിയാലോചന നടത്തി. അദ്ദേഹം റഷ്യൻ പ്രധാനമന്ത്രി ഇറാൻ തലസ്ഥാനത്ത് ഉള്ള സമയത്താണ് കഴിഞ്ഞ രാത്രിയിൽ ഇപ്പോൾ മിസൈൽ ആക്രമണം നടന്നിരിക്കുന്നത്. അപ്പോൾ റഷ്യയുടെ അറിവ്, സമ്മതം എല്ലാം ഉണ്ടായിരുന്നു എന്ന വ്യംഗ്യമായ സൂചന ലഭിക്കുന്നു. ഒരുപക്ഷെ റഷ്യ നേരിട്ട് രംഗത്ത് വരാൻ സാധ്യതയില്ല. പക്ഷേ ഒളിഞ്ഞും തെളിഞ്ഞും ആവശ്യം വരുമ്പോൾ മുൻകാലത്ത് റഷ്യക്ക് ഇറാൻ നൽകിയ ഉപകാരത്തിന് പ്രത്യുപകാരം നൽകാൻ ഒരുപക്ഷെ വന്നേക്കാം. അത് സാങ്കേതിക വിദ്യയുടെ രൂപത്തിലാകാം, ആയുധങ്ങളുടെ രൂപത്തിലാകാം, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇൻ്റലിജൻസിൻ്റെ രൂപത്തിലാകാം. ഇതെല്ലാം തന്നെ സാധ്യമാണ്. അതുമാത്രമല്ല, ഒരു കാര്യം കൂടെ ഓർക്കണം. എങ്ങനെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഹൈപ്പർസോണിക് മിസൈലുകൾ ഹൂതികളുടെ ഭാഗത്ത് വന്നത്? ഇറാൻ ഉണ്ടാക്കുന്നില്ല ഹൈപ്പർസോണിക് മിസൈലുകൾ. അങ്ങനെയെങ്കിൽ റഷ്യൻ നിർമ്മിതമായ ഹൈപ്പർസോണിക് മിസൈൽ ഇറാൻ വഴി ഇറാൻ്റെ പ്രോക്സിയായ ഹൂതികളിലേക്ക് യമനിൽ എത്തിച്ചേർന്നു, കടൽ വഴി എന്ന് വേണം കരുതാൻ.
അതുകൊണ്ട് ഒളിഞ്ഞും തെളിഞ്ഞും റഷ്യയുടെ നേരിട്ടുള്ള ഇടപാടുണ്ടാവില്ല. കാരണം റഷ്യയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങൾ റഷ്യക്കുള്ളിൽ തന്നെ ഉണ്ട്. അതുമാത്രമല്ല ഉക്രൈനുമായി മുട്ടം വെട്ടി നിൽക്കുകയാണ്. അവിടുന്ന് ശ്രദ്ധ തിരിച്ചു കൊണ്ടുപോയി ആ ഉക്രൈൻ യുദ്ധത്തിൽ ഇപ്പോൾ നേടിയെന്ന് അവർ കരുതുന്ന ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ മേൽക്കൈ നഷ്ടപ്പെടുത്താൻ റഷ്യ ആഗ്രഹിക്കില്ല. ആ യുദ്ധം തുടരും. അടിയും തിരിച്ചടിയും അവിടെ നടക്കുന്നുണ്ട്. നെയ്റ്റോയുടെ സൈന്യം വളരെ സജീവമാണ് ഉക്രൈനിൽ. അതുകൊണ്ട് ഉക്രൈനെ അങ്ങനെ പരാജയപ്പെടുത്താൻ പോലും റഷ്യക്കായില്ല. ഉക്രൈനെ പോലും പരാജയപ്പെടുത്താനാവാത്ത റഷ്യക്ക് എങ്ങനെയാണ് മറ്റൊരു രാജ്യത്തെ സഹായിക്കാനാവുക എന്ന ചോദ്യം ഇവിടെ നിലനിൽക്കുന്നു. എന്നാൽ ആ ഒരു അച്ചുതണ്ട്, അത് മാത്രമല്ല ചൈനയുടെ ഭാഗത്ത് നിന്ന് വരാൻ സാധ്യതയുള്ള അമേരിക്ക വലിയ തോതിൽ ഇടപെട്ട് കഴിഞ്ഞു. ഓൾറെഡി അമേരിക്കയുടെ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുകയാണ്. 40,000-ഓളം അമേരിക്കൻ പട്ടാളക്കാർ ഇപ്പോൾ നാവികരും പട്ടാളക്കാരും സൈനിക സാന്നിധ്യവും വിവിധ രാജ്യങ്ങളിൽ മധ്യപൗരസ്ത്യ പ്രദേശത്തുണ്ട്. ആ എണ്ണം ഇനി വരുന്ന ആഴ്ചകളിൽ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. കൂടുതൽ വിമാനവാഹിനി കപ്പലുകൾ ആ ഭാഗത്തേക്ക് വരും. ചെങ്കടലിലും പേർഷ്യൻ ഉൾക്കടലിലും മെഡിറ്ററേനിയൻ കടലിലുമായി അമേരിക്കൻ നാവിക സാന്നിധ്യം വലിയ വർധന രേഖപ്പെടുത്തും വരുന്ന ആളുകളിൽ. അപ്പോൾ യുദ്ധം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ ഇറാൻ ശബ്ദിച്ചിരിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇറാൻ ശബ്ദിച്ചിരിക്കുന്നു. അത് ഒരു നേർച്ച പോലെ, ഔപചാരികത പോലെ എന്തോ ചെയ്യേണ്ടതുണ്ട്. തങ്ങൾ അങ്ങനെയെങ്കിലും ചെയ്തില്ല എങ്കിൽ, അത്രയെങ്കിലും ചെയ്തില്ല എങ്കിൽ തങ്ങളുടെ ജനങ്ങളോട് തങ്ങൾ എന്താണ് മറുപടി പറയുക? ഓർക്കൂ, ഇറാൻ ഒരു ജനാധിപത്യ രാജ്യമാണ്. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണകൂടമാണ് അവിടെയുള്ളത്. ഇസ്ലാമിക ഒരു റിപ്പബ്ലിക്കാണ് എന്ന് പറയുമ്പോഴും ജനഹിതം അവിടെ പ്രധാനമാണ്. ഇറാനുള്ളിൽ പുകയുന്ന ഒരു പ്രതിഷേധമുണ്ട്. ഇറാൻ എന്തുകൊണ്ട് ശക്തമായ മറുപടി കൊടുക്കുന്നില്ല ഇസ്രായേലിന്? ഈ പ്രസ്താവന സാഹിത്യം വാക്കുകളിൽ മാത്രം ഒതുങ്ങുകയും പ്രവൃത്തിയിൽ ഇല്ലാതിരിക്കുകയും ചെയ്യുന്നതിൻ്റെ പേരുദോഷം മാറ്റാൻ ഒരു ആക്രമണം രേഖകളിൽ ഉണ്ടാകണം. അതുകൊണ്ട് 2 വേവ്സ് ഓഫ് അറ്റാക്ക് ഉണ്ടായി. ഏപ്രിൽ 2024, ഇപ്പോൾ ഇതാ ഈ മാസം, ഈ കഴിഞ്ഞ ദിവസം ഒക്ടോബർ 1 രാത്രിയിൽ അങ്ങനെയുണ്ടായി. ഈ 2 ആക്രമണങ്ങളും കാട്ടുന്നത് ഇറാൻ ഇസ്രയേലിൻ്റെ വിദ്വേഷം ഒന്നുകൂടി ആളിക്കത്തിക്കുകയാണ്. ഇനിയിപ്പോൾ ഇസ്രയേൽ എന്ന രാജ്യം തിരിച്ചടി തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഏത് ലെവലിൽ നിൽക്കും? ഒരുപക്ഷെ ആദ്യം തിരിച്ചടി ഉണ്ടാകാൻ സാധ്യതയുള്ളത് ഇറാൻ്റെ ആണവ നിലയങ്ങളാണ്. ഇറാൻ ഒരു ത്രഷ് ഹോൾഡ് പവറാണ്. ആണവ സാങ്കേതിക വിദ്യ പൂർണ്ണമായി നേടിയെടുത്തു എന്ന് പറയാനാവില്ല എങ്കിൽ പോലും അതിൻ്റെ വക്കിൽ നിൽക്കുന്ന രാജ്യമാണ്. അതുകൊണ്ട് ഇറാൻ ഏതെങ്കിലും കാരണവശാൽ ആണവ സാങ്കേതിക വിദ്യ പൂർണ്ണമായി നേടിക്കഴിഞ്ഞാൽ ഇസ്രയേലിന് വളരെ വലിയ ഭീഷണിയാണ്. അതുകൊണ്ട് ഇസ്രയേലിൻ്റെ ആവശ്യമാണ് പ്രീ എംപ്റ്റീവ് സ്ട്രൈക്ക്. അതുകൊണ്ട് ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം ഒരുപക്ഷെ പ്രതീക്ഷിക്കാം. അതുമാത്രമല്ല, ഇപ്പോൾ ടെല്ലവൈവിന് നേരെ ആക്രമണം നടന്ന സ്ഥിതിക്ക് തിരിച്ച് ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാന് നേരെ ഒരുപക്ഷെ ആക്രമണം ഉണ്ടായേക്കാം. പക്ഷേ പൂർണ്ണമായി ഇറാനെ കീഴ്പ്പെടുത്താനാവില്ല എന്ന് നമുക്കെല്ലാം അറിയാം. കാരണം ഇറാൻ്റെ വലിപ്പമാണ് അതിൻ്റെ കാരണം. ഇസ്രായേലിനേക്കാൾ 100 മടങ്ങ് വലിപ്പമുള്ള രാജ്യമാണ്. ജനസംഖ്യ ഏതാനും മടങ്ങ് ജനസംഖ്യയുമുണ്ട്. അതുകൊണ്ട് അങ്ങനെ കീഴടക്കാനൊന്നും ആവില്ല. പക്ഷേ ഇറാന് മുന്നോട്ട് പോകാനാവാത്ത രീതിയിൽ, ഇറാനെ സ്തംഭിപ്പിക്കുന്ന രീതിയിൽ ഇറാൻ്റെ പ്രഹരശേഷി, സായുധശേഷി, ഇറാൻ്റെ സാമ്പത്തിക അവസ്ഥ, ഇതെല്ലാം തന്നെ ഇറാൻ്റെ ലൈഫ് ലൈൻ, ഓയിൽ ഫീൽഡുകൾ, അതുപോലെ ഗ്യാസ് ഫീൽഡുകൾ, ഇവിടെ എല്ലാം ആളിക്കത്തിക്കാൻ ഇസ്രയേലിന് കഴിയും എന്നതാണ് ഇതിൻ്റെ ബാക്കി പത്രം. ഇനിയുള്ള നാടുകളിൽ എങ്ങനെയാണ് ലോകം ഇതിനെ കാണാൻ പോകുന്നത്? ഐക്യരാഷ്ട്ര സംഘടനയും യൂറോപ്യൻ യൂണിയനും മറ്റ് രാജ്യങ്ങളും എങ്ങനെ വരും? അതുമാത്രമല്ല, ഖത്തറിൻ്റെ നേതൃത്വത്തിൽ വീണ്ടും കൂടിയാലോചനകൾ വരുന്നു. ഖത്തർ ഇനിഷ്യേറ്റീവ് എടുക്കും. ഒരിക്കൽ കൂടി ഇറാനോടും സിറിയയോടും ഇറാഖിനോടും സൗദി അറേബ്യയോടും എല്ലാം തന്നെ സമദൂരം പാലിക്കുന്ന ഒരു രാജ്യമാണ് ഖത്തർ. ഇസ്രയേലുമായും അമേരിക്കയുമായും കൂടി സംസാരിക്കുന്ന ഒരു രാജ്യം. അതുകൊണ്ടാണ് ഖത്തറിൻ്റെ മധ്യസ്ഥത. ഈജിപ്തും ഖത്തറും എല്ലാം മുൻകൈയെടുത്ത മധ്യസ്ഥ ശ്രമങ്ങൾ മുൻകാലങ്ങളിൽ പരാജയപ്പെട്ടു. ഒരിക്കൽ കൂടി മധ്യസ്ഥ ശ്രമങ്ങൾ ഖത്തറിൻ്റെ തലസ്ഥാനമായ ദോഹ കേന്ദ്രീകരിച്ച് ഇപ്പോൾ നടക്കുന്നു. അതുകൊണ്ട് നയതന്ത്ര നീക്കങ്ങൾ ഒരു വശത്ത് നടക്കുന്നു, യുദ്ധം കൊടുമ്പിരിക്കൊണ്ട് നടക്കുന്നു, ആക്രമണവും പ്രത്യാക്രമണവുമായി മധ്യപൗരസ്ത്യ പ്രദേശം കലുഷിതമായി തുടരുന്നു.